ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പവും ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ഒന്നൊന്ന് മാറ്റി പിടിക്കാമല്ലോ ഒരു ദിവസം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ അരിയണമെന്ന് കരുതിയിട്ട് ഇതുപോലെ അരിയണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം. ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ 3 എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജെയ്ത്തെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ, പട്ട, ഗ്രാമ്പു, വലിയ ജീരകം, ഇതൊക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ. പൊടിച്ചിട്ടില്ല. നിങ്ങളിത് പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ അപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്യാരറ്റ് വേവിച്ചെടുക്കുക. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അത്ര എരിവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കുറക്കട്ടോ. അപ്പോൾ അതൊന്ന് അവിടെ വാടി വന്നോട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്കൊരു മാവ് ഉണ്ടാക്കണം. അത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കപ്പാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം നിങ്ങൾ എടുക്കണ പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളിനി 1 കപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും 1 മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 2 മുട്ട ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആയിരിക്കണം മാവ്. നല്ലോണം ടൈറ്റ് ആവരുത്, നല്ലോണം ലൂസും ആക്കരുത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം നമ്മൾ മുളകും പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മസാല പൊടിച്ചതാണ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാച്ചാൽ വേണ്ട കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ല രസം ഉണ്ടാകും. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 2 മുട്ട പുഴുങ്ങി എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുട്ട പുഴുങ്ങി എടുക്കാനൊന്നും ടൈമില്ല, അങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരറ്റിൻ്റെ മസാല ഇല്ലേ, അതൊരു സൈഡിലേക്ക് ചട്ടിയിലൊന്ന് നീക്കി കൊടുത്തിട്ട് അതിലേക്ക് 2 മുട്ട വെറുതെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കൂല, അങ്ങനെ ചിക്കിങ്ങാണ്ട് അതുമാതിരി ഉണ്ടാക്കിയാലും മതി. തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വന്ന് മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ഇനി മല്ലിയില ഇല്ലാച്ച കറിവേപ്പില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക. മസാല ഉണ്ടാക്കി അതേ ചട്ടി തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗോതമ്പിൻ്റെ മാവില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. കൊടുത്ത് ഈ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം മാവിൻ്റെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണതെങ്കിലും ഇതേ അളവിൽ തന്നെ മസാല ഉണ്ടാക്കിയാൽ മതി. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കാനുള്ളേക്കുള്ള മസാല ഉണ്ട്. ഞങ്ങൾക്കിവിടെ മസാല കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ നമുക്കിത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചട്ടകം കൊണ്ടൊന്ന് മറിച്ചിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അത് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം, നമുക്ക് കഴിക്കാനുള്ളതൊക്കെ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കണ ഫുഡിൽ നിന്ന് മാറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉണ്ടാക്കിയതിന് ശേഷം. ഇപ്പോൾ ബേസ് ഗോതമ്പ് മാവ് അല്ലാണ്ട് ഞാൻ വെറും മുട്ട ഒഴിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.